ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിലേക്കാണ്. ട്രിവാൻഡ്രം ജില്ല എന്ന് പറയാൻ കാരണം ഒരു സ്ഥലത്തേക്ക് മാത്രമായുള്ള യാത്രയല്ല ഇത്. ഒന്നിൽ കൂടുതൽ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും ട്രിവാൻഡ്രം മാക്സിമം കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലുള്ള യാത്രയാണ് ഇത്. ഒറ്റയ്ക്കുള്ള യാത്രയല്ല, ഫാമിലിയോടൊപ്പമുള്ള യാത്രയാണ്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട പത്മനാഭ സ്വാമി ക്ഷേത്രം, അതേപോലെ ആറ്റുകാൽ ഭഗവതി ടെമ്പിൾ, പിന്നെ ആയിമല ശിവ ടെമ്പിൾ, പിന്നെ ഒരു ഗുഹാക്ഷേത്രം ഉണ്ട്. അത് അധികം അവർ കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ പൂവാർ ഐസ്ലാൻഡ് ഒരു ബോട്ട് യാത്രയാണ് കണ്ടൽക്കാടുകളിലൂടെ. ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. അപ്പോൾ ഇത് എപ്പിസോഡ് ബേസിലാണ് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ എപ്പിസോഡും കണ്ട് വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോ ഞാനിപ്പോ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഒരു 457 കിലോമീറ്ററോളം ഉണ്ട് ട്രിവാൻഡ്രത്തേക്ക്. ഏകദേശം ഒരു 10-11 മണിക്കൂർ ടൈം വേണം. ഇപ്പോ വൈകുന്നേരം 5:40 ട്രെയിന്. നാളെ രാവിലെ ഒരു 4-4:30 മണിയൊക്കെ അവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ മുഴുവൻ ഡീറ്റെയിൽസും, എല്ലാ സ്ഥലത്തിലും മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരുമിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് എപ്പിസോഡ് ബേസിൽ ചെയ്യുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ രാവിലെ 4:30 മണിയാകുമ്പോഴേക്കും ട്രിവാൻഡ്രത്തെത്തി. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ലോഡ്ജ്. ഇത് വരുന്നത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ ബാക്ക് സൈഡിലാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട് സൈഡിൽ കൂടി അല്ലാതെ ബാക്ക് സൈഡിൽ കൂടിയും പുറത്തേക്ക് വരാം. പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലെ മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനേ ഉള്ളൂ ഈ ലോഡ്ജിലേക്ക്. ഇത് ലോഡ്ജിന്റെ ടെറസിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രം ഇവിടുന്ന് കാണാൻ പറ്റും. ഏകദേശം ഒരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക്. അതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പത്മനാഭ സ്വാമി ക്ഷേത്ര കുളം. വലിയ കുളമാണ് കേട്ടോ. അത്രയും വൃത്തിയും വെടിപ്പുള്ള നല്ല ശുദ്ധിയുള്ള കുളമാണ്. ആർക്കും തന്നെ ക്ഷേത്ര കുളത്തിലേക്ക് പ്രവേശനമില്ല. മൊത്തത്തിൽ ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രം ഇവിടുന്ന് കാണുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. ഹൈ ലെവൽ സെക്യൂരിറ്റിയും പട്ടാളത്തിന്റെ ഡയറക്റ്റ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഫീലാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 8 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ. അത്ര ദൂരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ്. ഈ നട നമുക്ക് 4 സൈഡ് കൂടി പത്മനാഭ ക്ഷേത്രത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രിയാണ് കിഴക്കേ നട എന്ന് പറയുന്നത്. കിഴക്കേ നട എല്ലാവരും ഒന്ന് ഓർമ്മിച്ചു വെച്ചോ. അതാണ് പത്മനാഭ ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ എൻട്രി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ എത്താൻ പറ്റും. നമുക്ക് വലിയൊരു ബിൽഡിങ്ങും കേരള ബാങ്കിന്റെ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിന്റെ ആ സൈഡാണ് കിഴക്കേ നട വരുന്നത്. ഓക്കെ, നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്ത് കണ്ടില്ലേ മേഘങ്ങളെല്ലാം. അപ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ് ക്ഷേത്രം കാണാൻ തന്നെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കിഴക്കേ നടയിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 8 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അല്ല 8 മിനിറ്റേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഓട്ടോയോ ബൈക്കോ എന്തിലും വേണേ വരാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സാധനം പോലും ക്ഷേത്രത്തിനുള്ളിൽ അലോഡല്ല. ഒരു കീ പോലും നമുക്ക് അലോഡല്ല. അതെല്ലാം ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് സാധനം നമ്മൾ കൊണ്ടുവന്നാൽ, ഇപ്പൊ ഷർട്ട് 5 രൂപ, പാൻസ് 5 രൂപ, അംബർല 5 രൂപ, മൊബൈല് 10 രൂപ, ക്യാമറ 10 രൂപ, ബാഗ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ ക്ലോക്ക് റൂമിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്നും ക്ഷേത്രത്തിനുള്ള അലോഡല്ല. ഇത് അലോഡ് അല്ലാത്ത കാര്യങ്ങൾ ഇതാ ഷർട്ട്, പാന്റ്, ബനിയൻ, കൊട, ബാഗ്, ഇതൊന്നും നമുക്ക് ക്ഷേത്രത്തിലെ ലാപ്ടോപ്പ്, ക്യാമറ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണൊന്നും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ അലോഡ് അല്ല. ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോക്ക് റൂമിൽ വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഫീ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ സൂക്ഷിക്കും. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് തിരികെ എടുക്കാവുന്നതാണ്. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രസ് കോഡാണ്. ആണുങ്ങൾക്ക് മുണ്ട് മാത്രമേ അലോഡ് ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് സാരി ഉടുക്കാൻ പറ്റും. പിന്നെ ചുരിദാർ ഉടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു മുണ്ട് ചുറ്റാവുന്നതാണ്. ഈ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ദർശന സമയമാണ്. അത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം, നോട്ട് ചെയ്ത് വെക്കുക. രാവിലെ 3:30 നട തുറക്കും. പിന്നെ 4:45 നട അടയ്ക്കും. പിന്നീട് തുറക്കുന്നത് 6:30 7 മണിക്ക് നട അടയ്ക്കും. പിന്നീട് തുറക്കുന്നത് 8:30 10 മണിക്ക് നട അടയ്ക്കും. പിന്നീട് തുറക്കുന്നത് 10:30 11:10 നട അടയ്ക്കും. പിന്നീട് തുറക്കുന്നത് 11:45 12 മണിക്ക് നട അടയ്ക്കും. അതിനുശേഷം പിന്നെ വൈകിട്ട് മാത്രമാണ് നട തുറക്കുന്നത്. വൈകിട്ട് 4:30 നട തുറക്കും. 6:15
നട അടയ്ക്കും. പിന്നീട് തുറക്കുന്നത് 6:45 7:20 നട അടയ്ക്കും. വിശേഷ ദിവസങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരാം. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും രാത്രിയായി കേട്ടോ. അപ്പോ ഈ കാണുന്ന വഴി കിഴക്കേ നടയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോ ഇവിടുന്ന് നമ്മൾ ഈ നേരെ പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. പത്മനാഭ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പോയിരിക്കേണ്ട ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അവിടത്തേക്ക് പോവേണ്ടത് നേരെ നമ്മൾ കിഴക്കേ നട നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആ വലിയ ബിൽഡിംഗ് കാണുന്നില്ല, അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അത്രയേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. അപ്പോ ആ വഴി കൂടി ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ രാത്രിയിലെ പത്മനാഭ ക്ഷേത്രം ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ, അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് രാത്രിയിലെ പത്മനാഭ ക്ഷേത്രത്തിന്റെ കാഴ്ച. മിന്നലൊക്കെ എടുക്കുന്നുണ്ട്, എന്തൊരു ഭംഗിയല്ലേ കാണാൻ, സ്വർണം പോലെ തിളങ്ങുന്നത് കണ്ടില്ലേ ക്ഷേത്രം. ഭയങ്കര വൈബാട്ടോ, ഇവിടെ എല്ലാം വന്നിരിക്കാൻ തന്നെ പ്രത്യേക സുഖാണ്. അവിടുന്ന് നേരെ നമ്മൾ മുന്നോട്ട് പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ 4ാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ട്രിവാൻഡ്രത്തെ ഗണപതി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ക്ഷേത്രം കാണാം ഗണപതിന്റെ. അവിടുന്ന് തൊഴുതിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോ ഇതൊരു മാർക്കറ്റാണ് കേട്ടോ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈറ്റ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പൊ ഇവിടുന്ന് നേരെ മുന്നോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബിൽഡിംഗ് കാണാം. അവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ സ്തൂപവും കാര്യങ്ങളൊക്കെ കാണാം. 2 സൈഡിൽ വലിയ സ്തൂപം, അതിന്റെ സെൻട്രൽ കൂടിയ റോഡ്, അതിൽ കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ വലതുവശത്ത് കാണുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പോ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഞാൻ ശരിക്കുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം, ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ശ്രീ മഹാഗണപതി ക്ഷേത്രം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ക്ഷേത്രത്തിന്റെ കാഴ്ച. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇന്ത്യയിൽ തന്നെ 4ാമത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രം. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്, പ്രാർത്ഥിച്ച് സന്തോഷത്തോടെയാണ് എല്ലാ ദുഃഖങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പോ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരമേ നമുക്ക് ഈ പഴവങ്ങാടി ക്ഷേത്രത്തിലേക്കുള്ളൂ. അവിടെ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നാളത്തെ നമ്മുടെ യാത്ര ഭീമാപ്പള്ളി, വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്, കോവളം ബീച്ച് എന്നിവിടങ്ങളിലേക്കാണ്. അവിടത്തേക്ക് പോകേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നാളെ കാണും വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.